ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജുമയിരുന്ന് റൂമിൽ കയറിയിരുന്ന് ഭയങ്കര ദേഷ്യത്തുടങ്ങി നിൽക്കുകയാണ്. അവൾ എന്നെ ഭരിക്കാനായിട്ട് വരുന്നോ? അവളുടെ കുഞ്ഞ് അവലിനി ഉണ്ടാവില്ല, എന്നോടാണ് അവളുടെ കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുശുമ്പായ കാര്യങ്ങൾ മുഴുവൻ ഈ മഞ്ജിമ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ദാ വരുന്നു വാതിലും തുറന്ന് നമ്മുടെ സ്വപ്നവല്ലി. അപ്പോൾ സ്വപ്നവല്ലി നേരെ എടീ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നീ എന്താണ് ഇഷിതയോട് പറഞ്ഞത്? ഇഷിതയോട് ഞാൻ പറഞ്ഞെന്നോ? എന്ത് പറഞ്ഞെന്ന്? ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ദേ, അനാവശ്യം പറയാൻ നിൽക്കരുത്. അവളുടെ വയറ്റിലെ കുഞ്ഞുണ്ടാവില്ല, അവൾ പ്രസവിക്കില്ല എന്ന് പറയുമ്പോൾ അതിനെന്താണ് അർത്ഥം? അതിനർത്ഥം എന്താണ്? അതിനർത്ഥം അവളുടെ കുഞ്ഞ് അബോഷനായി പോകുന്നു. എടി നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അടിയാണ് കാരണത്തിട്ട് ഈ മഞ്ജിമേടെ നോക്കി. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കാം. നീ എന്താടി പറഞ്ഞത്? നിങ്ങളെന്നോ? എനിക്ക് ഭ്രാന്ത് പിടിച്ചോന്നോ? അതേടി ഭ്രാന്ത് പിടിച്ചടി. നീ എന്തിനാടി ഇഷിതയോട് അങ്ങനെയൊക്കെ പറഞ്ഞു? ഞാൻ ഇഷിതയോട് ഒന്നും പറഞ്ഞില്ല. നീ ഇഷിതയുടെ ചേച്ചിയോട് പറഞ്ഞില്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയണതേ. അതും ഇതും കേട്ടുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത്. ഞാൻ ആരോടും ഒരു കുറ്റവും പറഞ്ഞിട്ടൊന്നുമില്ല. ദേ, കുറേ നുണയും നൊണ്ണാച്ചിയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ഞാൻ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ പോലും ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തിനാടി അവരെ കള്ളം പറയാണോ? അവർ കള്ളം പറയണായിരിക്കും. കാരണം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ അവളുടെ വയറ്റിലൊരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇവൾക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് കഴിയണം, ഇവിടെ അടക്കി ഭരിക്കണം. അതിനുവേണ്ടി അവളുടെ കുടുംബവും കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കിയാണതേ. ഇഷിതയെക്കുറിച്ച് നീ അനാവശ്യം പറയാൻ നിൽക്കരുത് മഞ്ജിമേ. ഓഹോ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മരുമകളായി വലുതല്ലേ? അതേടി, എൻ്റെ മകൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പോൾ അവൾ എനിക്ക് ജീവൻ തന്നെയാണ്. എങ്കിൽ കേട്ടോ, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവളോട് എനിക്ക് അരിശം ഉണ്ടെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ ആങ്ങളയുടെ കുഞ്ഞാണ്. അപ്പോൾ എൻ്റെ ആങ്ങളുടെ കുഞ്ഞ് എനിക്കും വലുത് തന്നെയാണ്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടൊന്നും ഞാൻ ശ്രമിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ മഞ്ജിമിങ്ങനെ ഓരോരോ എക്സ്ക്യൂസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അതൊന്നും സ്വപ്നവല്ലി വിശ്വസിക്കാനായിട്ടും തയ്യാറല്ല. എടി, നീ പറയുന്നത് മുഴുവനും പച്ചക്കള്ളണമെന്ന് എനിക്കറിയാം. ഇനി എങ്ങാനും നീ ഈ കാര്യങ്ങൾ മുഴുവനും രചനയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു രചനയെയും വിളിച്ചിട്ടില്ല. അവളായിട്ട് എനിക്ക് യാതൊരു കമ്പനിയില്ല. അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം. പക്ഷേ അതിനുപരി ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, രചന നീ അറിഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആട്ടി പുറത്താക്കാനുള്ള ശ്രമത്തില്ല. അപ്പം മഞ്ജു പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. എൻ്റെ ആത്മാവ് പോയാൽ പോലും എൻ്റെ ശരീരം ഇവിടെ തന്നെ ഉണ്ടാകും. അല്ലാതെ ഈ മഞ്ജിമ ഒരു സ്ഥലത്തേക്കും ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ്. ശരി, നീ ഇവിടെ തന്നെ കിടന്നോ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എടി, എൻ്റെ മരുമകളെ, എൻ്റെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ഇറങ്ങി പോവുക. സ്വപ്നവല്ലി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ മഞ്ജിമ മനസ്സിന്തിക്കാണ്, തള്ളയുടെ ഒരു ആഗ്രഹങ്ങളെല്ലാം ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. അവൾ പ്രസവിക്കില്ല, ആ കുഞ്ഞിനെ ഞാൻ അബോഷനാക്കിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മഞ്ജിമ ഭയങ്കര ക്രൂരമായിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി നേരെ ഹാളിലേക്ക് വരിക. അപ്പോൾ ഹാളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കോളിമ്പല്ലി കേട്ട് കഥ തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിയും അതേപോലെ തന്നെ സുചിത്രയും കൂടി. അപ്പോൾ ഇത് ആരാ വന്നിരിക്കുന്നത്? കയറി ഭാഗത്തേക്കെന്ന് പറയാണ്. ഇതെന്താണ് ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും കുറച്ച് സ്വീറ്റ്സ് ആണ്. എവിടെ ഇഷിതമോൾ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവൾ റൂമിലുണ്ട്, ഞാനേ പിടിച്ചിരുത്തിയേക്കാണ്, കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾ കേട്ടില്ലായിരുന്നു. പിന്നെ മഹേഷും കൂടി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരി, എങ്കിൽ പിന്നെ മഹേഷിൻ്റെ വാക്ക് ധിക്കരിക്കാനായിട്ട് പറ്റില്ലല്ലോ ഇഷിതയ്ക്ക്. അതുകൊണ്ട് റൂമിൽ തന്നെ അങ്ങനെ ഇരിപ്പ്, റെസ്റ്റ് എടുക്കട്ടേന്നേ, അല്ലെങ്കിൽ ജോലി എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോകും എന്നവിടെ പറയാം. സ്വീറ്റ്സ് ഒക്കെ ആണല്ലോ, എങ്കിലും നോക്കട്ടെ സ്വീറ്റ്സ്, ഞാനൊന്ന് രുചി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിനെന്താ, രുചി നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുക. സ്വീറ്റ്സ് ഇങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഇത്രയും കൈപ്പുണ്യം ഉണ്ടായിരുന്നോ, ഇത്രയും നന്നായിട്ട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്ന പ്രിയാമണിക്ക് എന്നും ചോദിച്ചുകൊണ്ട് അവരെ കുശലം പറിച്ചില്ല. അപ്പോൾ വരുന്നു ഇഷിതയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുകയാണ്. അപ്പോൾ ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ മോളെ എന്ത് പറ്റി, മുഖത്ത് ഭയങ്കര സങ്കടമാണല്ലോ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇഷിത ഈ സ്വപ്നവല്ലിയെ നോക്കുന്നുണ്ട്. സ്വപ്നവല്ലിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കാരണം മഞ്ജിമ ഇങ്ങനെ ഒരു കാര്യം ഇഷിതയോട് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ മോളെ, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ, സന്തോഷത്തോടെ ഇരിക്കണം. അല്ലെങ്കിൽ കുഞ്ഞിനെ അത് ബാധിക്കും, കുഞ്ഞിന് സന്തോഷം വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും സ്വപ്നവല്ലി ആണെങ്കിൽ അതെ,
ഇഷിതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ. ദേ ഈ വീട്ടിലേക്ക് അവൾ കയറി വന്നപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യം എൻ്റെ മകൻ്റെ 2 മക്കളുടെയും പറയാതെ തന്നെ അമ്മയായി. ഇപ്പോൾ ദേ അവൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്. അവളും അമ്മയാകാനായിട്ട് പോകുന്നു. ശരിക്കുള്ളൊരു അമ്മയാകാനായിട്ട് അവൾ പോകുന്നു എന്ന് സ്വപ്നവല്ലി പറയുകയാണ്. എൻ്റെ മോളെ കഴിഞ്ഞിട്ടേ എനിക്കിനി എന്തുള്ളു. ആഹാ, അപ്പോൾ സ്വപ്നവല്ലിയുടെ അതേ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെ എൻ്റെ മോളെ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. പിന്നെ അല്ലാതെ എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിലെ അംഗം തന്നെയാണ്. അവളെ ഇനി ഞാൻ വേർതിരിച്ച് കാണില്ല. അവളെൻ്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിതയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ പ്രിയാമണിക്കൊന്നും ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് മഞ്ജിമയുടെ വരവ്. അപ്പം മഞ്ജിമ അവിടെ നിന്ന് ഇതെല്ലാം കേട്ട് മഞ്ജിമയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി പറയാ, മോളെ ഇഷിതേ, നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഗിഫ്റ്റോ? ആ, ഒരു ഗിഫ്റ്റ്. എന്താ അമ്മേ? അതൊക്കെ പറയാം, നിങ്ങളോട് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ മഞ്ജിമ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരിക്കും ഇവരുടെ ഗിഫ്റ്റ്? ഇവരുടെ സ്വർണം വല്ലതും കൊടുക്കാനാണോ എന്നൊക്കെ മഞ്ജിമ ഇങ്ങനെ കരുതുകയാണ്. അപ്പോൾ ദാ വരുന്നു സ്വപ്നവല്ലി. അപ്പോൾ സ്വപ്നവല്ലി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പ്രിയാമണി പറയുകയാണ്, സോ എൻ്റെ പൊന്നുമോളെ, എനിക്ക് സ്വപ്നവല്ലി ഇങ്ങനെ മാറിയെന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷിതയാണെങ്കിൽ എങ്ങനെ അവരെ കുറ്റം പറയാനായിട്ട് പറ്റും? ഞാൻ എല്ലാ കുറവുകളോടും കൂടിയല്ലേ ഈ കുടുംബത്തിലേക്ക് കയറി വരുന്നത്. ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് മകൻ്റെ കുഞ്ഞിനെ കാണണമെന്ന, ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഏതൊരമ്മയും കാണിക്കുന്ന ദേഷ്യമേ എന്നോടും കാണിച്ചുള്ളൂ. അതെല്ലാം ഞാൻ സഹിച്ചു നിന്നു. അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അമ്മേ. ഇപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്കുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും അവരുടെ മനസ്സിൽ ദേഷ്യങ്ങളെല്ലാം മാറി എന്നോട് സ്നേഹം കാണിക്കുന്നു. അങ്ങനെ സ്വപ്നവല്ലി അടുത്തേക്ക് വരികയാണ്. മോളെ, നീ ഇങ്ങോട്ട് എണീറ്റേ മോളെ എന്ന് പറയാണ്. എന്താ അമ്മേ? അപ്പോൾ ആ ചെപ്പ് തുറന്നിട്ട് വലിയൊരു പാലക്കുമാല എടുക്കുക. പാലക്കുമാല എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കണ്ണു തള്ളി നിൽക്കണം. ഏറ്റവും കണ്ണു തള്ളി നിൽക്കുന്നത് നമ്മുടെ മഞ്ജിമ തന്നെയായിരുന്നു. മഞ്ജിമയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ അമ്മ ഇതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇത് ദേ രാമൻ്റെ വീട്ടിലെ ആൾക്കാരെല്ലാം കൈമാറി വന്ന സ്വർണ്ണമാണ് പാലക്കുമാല. വീട്ടിലേക്ക് മൂത്ത മരുമകൾ ആരാണോ കയറി വരുന്നത് അവർക്കുള്ളതാണ്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കയ്യിലെത്തി. പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യ, ആദ്യ ഭാര്യ രചനയില്ലേ, അവൾക്ക് എനിക്കിത് കൊടുക്കാൻ തോന്നാതിരുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇത് നിനക്ക് തരാനുള്ളതായിരുന്നു മോളെ. ദൈവം അതുകൊണ്ടായിരിക്കും രചനയുടെ കയ്യിലേക്ക് ഇതെന്നെ കൊടുക്കാനായിട്ട് ഏൽപ്പിക്കാതിരുന്നത്. ഇതിനി ഇഷിത നിനക്കുള്ളത് തന്നെയാണെന്ന് നമ്മുടെ സ്വപ്നവല്ലി പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിതയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. പക്ഷെ മഞ്ജമ്മയാണെങ്കിൽ പല്ല് ഇറുക്കി ദേഷ്യപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുക. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അമ്മേ, എനിക്കിതൊന്നും വേണ്ട അമ്മേ. മോളെ, അരുത്. ഈ വേണ്ട എന്നുള്ള വാക്കുകളൊന്നും ഇപ്പം പറയാൻ പാടില്ല. ഈ നിരസിക്കുന്നതില്ലേ, അത് ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പോൾ മനസ്സിൽ എല്ലാം ആഗ്രഹിക്കുന്ന ടൈമാണ്. അപ്പോൾ അത് മാത്രം ആഗ്രഹിച്ചാൽ മതി. ഈ മാല ഞാൻ തന്നെ മോളുടെ കഴുത്തിൽ ചാർത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി ആ ഒരു മാല നമ്മുടെ ഇഷിതയുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ്. കുശുമ്പ് മൂത്ത് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് മഞ്ജിമ. അങ്ങനെ ഇഷിതയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ദേ ഇനി മോൾക്കുള്ളതാണിത്. മോളെ, ഇത് മാത്രമേ ഉള്ളൂട്ടോ അമ്മയുടെ കയ്യിൽ. വേറൊന്നും അമ്മയുടെ കയ്യിൽ തരാനായിട്ടില്ല മോളെ. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അമ്മ ഇപ്പം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിൽ പരം സന്തോഷം എനിക്കിനി എന്ത് വേണം അമ്മേ എന്നൊക്കെ ഇഷിതയും പറയുകയാണ്. അങ്ങനെ പ്രിയാമണി ചെന്നിട്ട് സ്വപ്നവല്ലി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഭയങ്കരേറെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ അങ്ങനെ ഭയങ്കര കൂട്ടൊക്കെ കൂടുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ മഞ്ജിമ മനസ്സ് ചിന്തിക്കുകയാണ്, അയ്യോ ഈ തള്ളയുടെ കയ്യിൽ ഈ ഒരു മാല ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഇവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനി എന്തെല്ലാമാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. ഇനി എല്ലാം മരുമകൾക്കുള്ളതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ഈ മഞ്ജിമ നേരെ കാര്യങ്ങൾ മുഴുവനും രചനയോട് പറയാണ്. ഇതെല്ലാം കേട്ട രചന കണ്ണ് തള്ളിയും പിടിച്ചുകൊണ്ട് ഇങ്ങ് നിൽക്കുക. ഇനി എന്തെല്ലാമാണ് അവൾക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അവൾക്ക് ഒരു കുഞ്ഞു ജനിക്കാനായിട്ട് പോവുകയാണ്. ഒന്ന് നിർത്ത് മഞ്ജിമ, എനിക്കിതൊന്നും കേൾക്കാനായിട്ടുള്ള ത്രാണിയില്ല. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ തീർത്തേ മതിയാവുള്ളെന്നൊക്കെ അവിടെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ, അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ല. ഞാൻ വല്ല പായസത്തിലോ പാലിലോ കൊണ്ട് ഈ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇഷിതേ വേറെ ലെവലാണ്. ഇഷിതയുടെ പിന്നാലെ ഇപ്പം അമ്മ എപ്പോഴും ഉണ്ട്.
ഇതൊന്നും എൻ്റെ കൈ കൊണ്ടൊന്നും കൊടുക്കുകയില്ല, അവർ കുടിപ്പിക്കുകയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവളെ വല്ല പിന്നെ ഇപ്പോൾ സ്റ്റെയർ കേസിൽ നിന്ന് വല്ല ഉന്തിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഉണ്ടോ വീട്ടിൽ? അതും ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ആരാണെന്ന് അറിയാവോ? അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ഉടനെ പോകാനുള്ള ചാൻസ് ഇല്ല, ഒരു 2 മാസം ആവണം, എന്നാൽ മാത്രമേ ഡോക്ടറെ കാണാനായിട്ട് പോകുള്ളൂ. ദേ രചനയുടെ ഭാവം എന്താ, ഡോക്ടറെ ചാക്കിലാക്കാന്നോ? അതൊന്നും നടക്കാത്ത കാര്യമാണ് രചന. എല്ലാ ഡോക്ടർ ദേവികയെ പോലെ ആവില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊന്നും നടക്കില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് നേരെ മഞ്ജിമയുടെ കയ്യിലേക്ക് നീട്ടുകയാണ്. ഇത് മേടിക്കണം, എന്നിട്ട് എനിക്ക് വേണ്ടി ഒന്ന് സഹായം ചെയ്യണം, എങ്ങനെയെങ്കിലും അവളുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കണം. എനിക്കിതൊക്കെ കേട്ടിട്ടില്ലേ തലക്ക് ഭ്രാന്ത് പിടിക്കുക. എൻ്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോളെ അവർ വേർതിരിച്ച് കാണും. പിന്നെ അവൾ ഒരൊറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. അപ്പോൾ മേടിക്കും മഞ്ജിമേ. അങ്ങനെ മഞ്ജിമ പൈസ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയുടെ മുഖത്ത് ഭയങ്കര തെളിച്ചുവാ. അപ്പം മഞ്ജിമ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഏതായാലും അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും രചനയോട് പറയണ്ട. അപ്പം രചന ചോദിക്കണം, എന്താ നീ ആലോചിക്കുന്നത്? ഞാൻ പിന്നെ ഇതെങ്ങനെ ഇതിൽ പ്ലാൻ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എങ്ങനെ അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാം. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഒന്ന് തീർത്ത് തരണം, ഇതെൻ്റെ റിക്വസ്റ്റാണ്. എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെയെങ്കിലും അവരുടെ വായിൽ നിന്നും ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യണേന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ട് രചനയോട് കാര്യങ്ങളെല്ലാം പറയാം. മതിയോ? എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഈ പൈസ മേടിച്ചത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഇതൊരു കടമായിട്ട് മേടിച്ചെന്ന് കരുതിയാൽ മതി, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സഹായമെങ്കിലും എനിക്ക് ചെയ്തു തരണമെന്ന് പറയണം. ശരി, ഞാൻ ചെയ്തു തന്നേക്കാം. അങ്ങനെ രചന വണ്ടി കയറി പോവാണ്. അപ്പോൾ മഞ്ജിമ ഇങ്ങനെ ചിന്തിക്കുക, ഏതായാലും കൊള്ളാം, ഇവളോട് കാര്യങ്ങൾ പറഞ്ഞത് സത്യാവസ്ഥ ഇവളോട് പറയണ്ട. ഇനി ഇങ്ങനെ പോട്ടെ, ഏതായാലും ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അവളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് മഞ്ജിമ മനസ്സിൽ ക്രൂരമായി ചിന്തിക്കുക. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.